അവസാന ദിവസമായ ഇന്നത്തെ രണ്ടാമത്തെ സെഷൻ ആരംഭിക്കുകയാണ്. പ്രൗഢോജ്വലമായ ഒരു സെഷനാണിത്. MTയുടെ ചലച്ചിത്ര ലോകം എന്ന ഈ സെമിനാർ സെഷൻ മോഡറേറ്റ് ചെയ്യുന്നത് മണമ്പൂർ രാജൻ ബാബുവാണ്. അദ്ദേഹത്തെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഗുരുജനങ്ങളെ, പ്രിയമുള്ളവരെ, എല്ലാവർക്കും ഹൃദയംഗമമായ നമസ്കാരം. പ്രണാമം MT തുഞ്ചൻ ഉത്സവം 2025 സമാപന ദിനമായ ഇന്ന് MTയുടെ ചലച്ചിത്ര ലോകം എന്ന രണ്ടാം അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. പ്രഗത്ഭരായ അതിഥികളെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതിഥികൾ എന്നതിനും അപ്പുറം എല്ലാവരും തുഞ്ചൻ കുടുംബാംഗങ്ങൾ തന്നെയാണ്. MTയുടെ ഹൃദയത്തിൻ്റെ അയൽക്കാർ എന്നോ ഹൃദയത്തിലെ നിത്യവാസികൾ എന്നോ അഭിമാനപൂർവ്വം വിശേഷിപ്പിക്കാവുന്നവർ ശ്രീ സിബി മലയിൽ, ശ്രീ VK ശ്രീരാമൻ, ശ്രീ TD രാമകൃഷ്ണൻ, ശ്രീ E ജയകൃഷ്ണൻ, കുമാരി അർച്ചന വാസുദേവ്. MT എന്ന പ്രിയങ്കരനായ വാസുവേട്ടൻ ഓർമ്മയായ ശേഷം അദ്ദേഹം എഴുതി വെച്ച വാക്കുകൾ ഏറെ പ്രസക്തവും അന്വർത്ഥവുമാകുന്ന കാലമാണ് ഇത്. ശനിയാഴ്ച ഓപ്പോൾ സിനിമ ഇവിടെ പ്രദർശിപ്പിക്കുകയുണ്ടായി. അത് കണ്ടിരുന്ന് ഞാൻ കരഞ്ഞുപോയി. സിനിമ കാണുമ്പോഴും പുസ്തകം വായിക്കുമ്പോഴും ഹൃദയസ്പർശിയായ രംഗങ്ങൾ വരുമ്പോൾ കരഞ്ഞു പോകുന്ന ഒരു ദൗർബല്യം എനിക്ക് ഉണ്ട്. കുട്ടിക്കാലം തൊട്ടേ ഉണ്ട്. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഒരു തെങ്ങിൻ തോട്ടത്തിൽ മണലിൽ ഇരുന്ന് N കൃഷ്ണപിള്ളയുടെ ഭഗ്ന ഭവനം എന്ന നാടകം കാണുന്നത്. നാടകം കണ്ട് കരഞ്ഞ് ഒരു പരുവമായി ഞാൻ. അപ്പോൾ സംഘാടകരായ ചെറുപ്പക്കാർ വന്നിട്ട് ഒരാൾ മറ്റേ ആളിനോട് പറഞ്ഞു, ആ ചെറുക്കനെ നോക്കടേ, കരഞ്ഞവൻ ആകെ കുഴപ്പത്തിലായല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ മറ്റൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു, അവൻ നാടകം ആസ്വദിക്കുകയാണ് എന്ന്. തീർച്ചയായും ഇപ്പോഴും ഈ ശീലം എന്നെ വിട്ട് മാറിയിട്ടില്ല. അതുകൊണ്ടാണ് ഓപ്പോൾ കണ്ടപ്പോൾ കരഞ്ഞു പോയത്. ഒരുപക്ഷെ MT ഉണ്ടായിരുന്ന കാലത്ത് കാണുന്നതിനേക്കാൾ അർത്ഥങ്ങൾ പ്രസക്തി വർദ്ധിക്കുകയാണ് അദ്ദേഹം ഇല്ലാത്തപ്പോൾ അദ്ദേഹം എഴുതി വെച്ചുപോയ വാക്കുകൾക്ക്. തീർച്ചയായും ഇത് അല്പം വൈകി ആണ് ഈ സെഷൻ തുടങ്ങുന്നത് എങ്കിൽ പോലും ഇത് ഏറ്റവും ഗംഭീരമായ ഒരു സെഷനായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സിബി മലയിൽ എത്തും, അദ്ദേഹം വന്നുകൊണ്ടിരിക്കുകയാണ്. പങ്കെടുക്കുന്ന മറ്റൊരാൾ ശ്രീ VK ശ്രീരാമൻ, പ്രഗത്ഭ നടനും ടെലിവിഷൻ അവതാരകനും ഗ്രന്ഥകാരനും എഴുത്തുകാരനും ചിത്രകാരനും വേറിട്ട കാഴ്ചകളുടെ ഉപജ്ഞാതാവുമാണ്. ഉപജ്ഞാതാവെന്ന് പറയുമ്പോൾ പിന്നെ വേറെ ആരെങ്കിലും അത് ചെയ്തിട്ടുണ്ടെന്ന് തോന്നും. ഇല്ല, വേറെ ആരും ചെയ്തിട്ടില്ല. വേറിട്ട കാഴ്ചകൾ അദ്ദേഹം തന്നെ തുടങ്ങിയതും അദ്ദേഹം തന്നെയാണ് കൊണ്ടുപോകുന്നതും. എനിക്കും ആ വേറിട്ട കാഴ്ചകളിൽ അല്പം ഇടം കിട്ടി എന്ന സന്തോഷവും ഇവിടെ പ്രകടിപ്പിക്കുകയാണ്. TD രാമകൃഷ്ണൻ പ്രശസ്തനായ നോവലിസ്റ്റ്, കഥാകൃത്ത്, തിരക്കഥാകൃത്ത്, ഫ്രാൻസിസ് ഇട്ടിക്കോര, ആൽഫ, സുഗന്ധി എന്ന ആണ്ടാൾ, ദേവനായകി, പച്ച, മഞ്ഞ, ചുവപ്പ് തുടങ്ങി കൃതികളുടെ കർത്താവാണ്. തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് അംഗമാണ്. E ജയകൃഷ്ണൻ സാഹിത്യം, കല, സംഗീതം എന്നീ വിഷയങ്ങളിൽ അവഗാഹമുള്ള ഗായകനാണ്, ഗ്രന്ഥകാരനാണ്. പാട്ടും പറച്ചിലുമായി സംഗീത പരിപാടികൾ അവതരിപ്പിക്കുന്നു. അർച്ചന വാസുദേവ് ടോക്കേറ്റീവ് സർവീസ് കമ്പനി സ്ഥാപകയും തിരക്കഥാകൃത്തും ബാംഗ്ലൂർ ജെയിൻ യൂണിവേഴ്സിറ്റി മാനേജ്മെൻറ്റ് പഠന കേന്ദ്ര മേധാവിയും ആണ്. ഹർ സിനിമയുടെ തിരക്കഥ എഴുതി മാത്രമല്ല തുഞ്ചൻ്റെ അയൽക്കാരിയുമാണ്. ഈ തുഞ്ചൻ പറമ്പിലെ സദസ്സ് എന്ന് പറയുന്നത് ഒരു വെറും സദസ്സല്ല. ഇവിടെ വേദിയിലിരിക്കാൻ അർഹതയുള്ളവരാണ് ഇവിടെ എത്തിയവരിൽ ഭൂരിഭാഗവും. എല്ലാവരെയും ഇതിൽ സ്വാഗതം പറച്ചിലൊന്നുമില്ല, എങ്കിലും എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. സിബി മലയിൽ എത്തിയ ശേഷം അദ്ദേഹത്തെക്കുറിച്ച് പറയും. ചർച്ചയ്ക്ക് തുടക്കം കുറിക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ ശ്രീ VK ശ്രീരാമനോട് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ഇവിടെ അദ്ദേഹം പറഞ്ഞപ്പോൾ ഈ TD രാമകൃഷ്ണൻ്റെ ആൽഫ എന്ന് പറഞ്ഞിട്ടുള്ള നോവലിനെ പറ്റി പറഞ്ഞു. ഫ്രാൻസിസ് ഇട്ടിക്കോരയൊക്കെ വന്ന ശേഷം ഈ ഒരു ഖ്യാതിയൊക്കെ ഉണ്ടായതിന് ശേഷമാണ് ഒരുപക്ഷെ ആദ്യം എഴുതിയിട്ടുള്ള, ഇട്ടിക്കോരയ്ക്ക് മുൻപ് എഴുതിയിട്ടുള്ള ആൽഫ ആൾക്കാർ ശ്രദ്ധിക്കുന്നത്. ഇതിൻ്റെ ഒരു തമാശ എന്താണെന്ന് വെച്ചാൽ, ഈ ആദ്യത്തെ നോവലായിട്ടുള്ള ആൽഫയിൽ ഒറ്റ
ഒരൊറ്റ ആൾ പോലും ശരിക്കുള്ള ആൾക്കാരല്ല, ഒക്കെ ഒരു സങ്കല്പത്തിലുള്ള ആൾക്കാരാണ്. ഒരാളെ പോലും അങ്ങനെ അത് ഇയാൾ കുന്നംകുളം ഭാഗത്തൊന്നുള്ള ആൾക്കാരല്ല, അത് ബോട്ടിലൊക്കെ കയറിയിട്ട് പോകുന്ന ആൾക്കാരാണ്. നേരെ കുറച്ച് രാമകൃഷ്ണൻ ആദ്യത്തെ നോവലിൻ്റെ കാര്യമാണ് പറഞ്ഞത്. MT വാസുദേവൻ നായരുടെ ആദ്യത്തെ നോവൽ അദ്ദേഹം 24 വയസ്സുള്ള സമയത്ത് എഴുതിയ നോവലാണ്. അതിൽ 130ഓളം കഥാപാത്രങ്ങളുണ്ട്. ഈ 130 ആളും ഉള്ള ആൾക്കാരാണ്, കൂടല്ലൂർ ജീവിച്ചിരുന്ന ആൾക്കാരാണ്. അതിൽ ഒരാളുടെ പേര് മാത്രമാണ് മൂപ്പര് മാറ്റി എഴുതിയിട്ടുള്ളത്, അത് അപ്പുണ്ണി എന്നാണ്. ബാക്കിയുള്ള ആൾക്കാരുടെയൊക്കെ പേരും അങ്ങനെ തന്നെയാണ് എഴുതിയത്. അതായത് സൈതാലിക്കുട്ടി എന്ന് പറഞ്ഞ ഒരാൾ കോന്തുണ്ണി നായർക്ക് വിഷം കൊടുത്ത് കൊന്നു എന്ന ഒരു കഥയെല്ലാം നടന്ന സംഭവം കൂടല്ലൂരിൽ പഴയ ആൾക്കാർക്ക് ഇപ്പോഴും അറിയാം. ഞാൻ ആ വീട്ടിൽ പോയിട്ടുണ്ട്, ഈ സൈതാലിക്കുട്ടിയുടെ വീട്ടിൽ പോയി സൈതാലിക്കുട്ടിയുടെ മകൻ്റെ മകനെ കണ്ട് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം ഈ മകൻ്റെ പേരും സൈതാലിക്കുട്ടി തന്നെയാണ്, വല്ലിപ്പ എന്നാണ് പറയുന്നത് അച്ഛൻ്റെ അച്ഛന്. അപ്പം ഞാൻ ആദ്യം കണ്ട വഴിക്ക് എൻ്റേതായിട്ടുള്ള ഒരു പക്വതക്കുറവിൽ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ഫാമിലിയെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ MT വാസുദേവൻ നായർ 4 കെട്ടിലുണ്ടല്ലോ, വളരെ മോശപ്പെട്ട പരിപാടികളൊക്കെ നടത്തിയിരുന്ന ഒരു കുടുംബക്കാരാണ് ഇല്ലേന്ന് ചോദിച്ചു. എൻ്റെ തമാശ അയാൾക്ക് ഒട്ടും ഇഷ്ടമായില്ല. അദ്ദേഹത്തിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ വല്ലിപ്പ ഒരിക്കലും അങ്ങനെ ചെയ്യണ ഒരാളല്ല. പക്ഷേ അങ്ങനെ ഒരു സംഭവം ഉണ്ടായതായിട്ട് ആൾക്കാർ പറയപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരു പോലീസ് കേസും ഉണ്ടായിരുന്നു. അദ്ദേഹം നാട് വിട്ടു പോയിരുന്നു, പഴയ മലബാറിൽ ആയ കാരണം അദ്ദേഹം കൊച്ചി രാജ്യത്തേക്ക് മറ്റോ നാട് വിട്ടു പോയി. പിന്നെ അതൊക്കെ ആ കേസൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം തിരിച്ചു വന്നത്. തിരിച്ചു വന്നിട്ട് അദ്ദേഹം കച്ചവടം ചെയ്തിട്ടാണ് ജീവിച്ചതെന്നൊക്കെ പറഞ്ഞു. അതുപോലെ ഈ 4 കെട്ടിലെ എല്ലാ കഥാപാത്രങ്ങളും ഉള്ളതുമാണ്, അവരുടെ പേരൊക്കെ അങ്ങനെ തന്നെയാണ് എഴുതിയത്. ഈ 4 കെട്ടിൻ്റെ 50-ാം വർഷം നേരത്തെ മൂന്നേട്ടൻ പറഞ്ഞ പോലെ ആ ഒരു സന്ദർഭത്തിൽ ഞാനത് MTയോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഈ പേരുകളും ഈ സംഭവങ്ങളൊക്കെ അങ്ങനെ തന്നെ എഴുതിയത്, അത് കുഴപ്പമുണ്ടാക്കില്ലേ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ഒരു ബേജാറൊന്നും മൂപ്പർക്ക് ആ ചോദ്യം കേട്ടപ്പോൾ ഉണ്ടായിട്ടില്ല. മൂപ്പരിങ്ങനെ മീശയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് വേറെ പേര് മാറ്റി എഴുതുമ്പോൾ തീരെ അങ്ങ് ശരിയാവുന്നില്ല, ആ പേരിൽ തന്നെയാണ് എഴുതാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഇപ്പം ഇന്നത്തെ കാലമാണെങ്കിൽ വലിയ പ്രശ്നമാണ്. കാരണം ഈ 24-25 വയസ്സുള്ള കാലത്ത് അദ്ദേഹം ജീവിച്ച ആ നാട്ടിലത്തെ മനുഷ്യരുടെ ആ ഒരു യാഥാർത്ഥ്യത്തിൽ നിന്നാണ് ആ നോവൽ ഉണ്ടാക്കുന്നത്. അപ്പം ഉള്ള കാര്യങ്ങളെ ഒരു നോവലിൻ്റെ രൂപത്തിലേക്കാക്കുകയും അതുമാത്രമല്ല, കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധരായിട്ടുള്ള നോവലിസ്റ്റുകളൊക്കെ ജീവിച്ച് വൻ മരങ്ങൾ ഉയർന്നു നിന്ന ഒരു കാലമാണത്. ബഷീർ, ഉറൂബ്, SK പൊറ്റക്കാട്, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ നിൽക്കുമ്പോഴാണ് ഈ 24-25 വയസ്സുള്ള പയ്യൻ എഴുതിയിട്ടുള്ള നോവലിന് ഏറ്റവും നല്ല മികച്ച നോവലിനുള്ള കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം എന്നെ ഈ 50-ാം വർഷത്തിൻ്റെ സമയത്ത് നമ്മളൊരു ഡോക്യുമെൻ്ററി കൂടല്ലൂരിൽ ചെയ്യാൻ പോകുമ്പോൾ പല കാര്യങ്ങളും ചോദിച്ചറിഞ്ഞ കൂട്ടത്തിൽ MTയുടെ ഒരു ക്രാഫ്റ്റിൻ്റെ ഒരു അടിസ്ഥാന ഒരു വിദ്യ, അല്ലെങ്കിൽ വിദ്യ എന്ന് അങ്ങ് പറയാൻ പാടില്ല, അതിലൊരു വേറൊരു അർത്ഥം വരും. അടിസ്ഥാനം യാഥാർത്ഥ്യങ്ങളിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ഫീലുകൾ, കണ്ടിട്ടുള്ള കാര്യങ്ങൾ, ഇതിൽ നിന്നാണ് അദ്ദേഹം ഈ സൃഷ്ടികൾ ഉണ്ടാക്കിയെടുത്തിരുന്നതെന്നാണ്. ഇപ്പോൾ രാമകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ നോവലുകൾക്ക് സ്ഥാനമില്ലെന്നോ MTയുടെ നോവലുകളാണ് ഉയരക്കൂടുതലെന്നോ അല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഈ ഭാവന കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന കലാസൃഷ്ടികളുണ്ട്, അല്ലെങ്കിൽ അതിനും ഖ്യാതിയുണ്ട്, അതിനും റീഡേഴ്സുണ്ട്, അതിനും അതിൻ്റേതായിട്ടുള്ള വലിപ്പങ്ങളുണ്ട്, അതിനും അതിൻ്റേതായിട്ടുള്ള ശ്രേഷ്ഠതകളുണ്ട്. എന്നിരുന്നാൽ പോലും ഈ വെറും നമ്മൾ നിന്ന മണ്ണിൽ നിന്ന്, നമ്മൾ അനുഭവിച്ച ലോകത്തിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, അതായിരുന്നു എനിക്ക് തോന്നുന്ന ഒരു നിരന്തരമായിട്ട് അദ്ദേഹത്തിൻ്റെ രചനകളെ
മറ്റേ വായനക്കാരുടെ മനസ്സുകളിലേക്ക് പ്രതിഷ്ഠിക്കാനുണ്ടായ കാരണം അതൊക്കെ ഉള്ള കാര്യങ്ങളായിരുന്നു. ഒരുപക്ഷെ മഞ്ഞ് അങ്ങനെ ചില സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കി നിർത്തിയാൽ പ്രധാനപ്പെട്ടത് ഇപ്പോൾ നാലുകെട്ട്, കാലം, അതുപോലെ തന്നെ അസുരവിത്ത്, ഇങ്ങനെ പ്രധാനപ്പെട്ട കൃതികളിലൊക്കെ തന്നെ ഉള്ള കാര്യങ്ങളിൽ നിന്ന് ആ സംഭവങ്ങൾ അതിലൊക്കെ ഉയർന്നു പോയിട്ടുണ്ട്. ഇപ്പോൾ ബഷീറൊക്കെ എങ്കിലും വേറൊരു തരത്തിൽ ഇങ്ങനെ കഥകൾ അക്കാലത്ത് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു എന്നുള്ളത് അറിയില്ല. ഇന്നിപ്പോൾ രാവിലെ പറഞ്ഞതിൽ ഇപ്പോൾ സിനിമ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവത്തിന് കൂടിയിട്ട് പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ സിനിമകളിലേക്ക് ആവുന്ന കാലത്ത് തന്നെ എനിക്ക് തോന്നുന്നു 55-ലൊക്കെ പഥേർ പാഞ്ചാലി വന്നിട്ടുണ്ട്. പഥേർ പാഞ്ചാലിയൊക്കെ തന്നെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് MT ഒരു അഭിമുഖത്തിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ മലയാള സിനിമയെ അതുവരെ നിലനിന്ന് പോന്നിരുന്ന ഒരു സൗന്ദര്യശാസ്ത്രത്തിൽ നിന്ന് മാറ്റി മറ്റൊരു വഴിയിലേക്ക് കൊണ്ടുപോകുന്നതിൽ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ യാഥാർത്ഥ്യങ്ങളോടുള്ള അതീവമായിട്ടുള്ള കൂറ്, കണ്ട സത്യങ്ങളോട് ഉള്ള അതിനെ ക്രിയേറ്റീവ് ആക്കുന്നതിലുള്ള വൈദഗ്ധ്യമൊക്കെ അദ്ദേഹത്തിൻ്റെ സിനിമകളിലും സ്വാധീനിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ എൻ്റെ ഇപ്പോൾ ഈ വേറിട്ട കാഴ്ചകളെ പറ്റിയിട്ട് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു സിനിമാ അനുഭവം എന്ന് പറയുന്നത് ഒരു സിനിമ ഉണ്ടായില്ല. അത് ഈ വേറിട്ട കാഴ്ചകൾ തുടങ്ങുന്ന കാലത്ത്, ആരംഭിക്കുന്ന കാലത്താണ്. അതായത് 2000-ൽ ഒരു സ്റ്റുഡിയോക്കാരൻ വിളിച്ച് പറഞ്ഞു, ആ കുമരനെല്ലൂർ ഭാഗത്ത് ഒരു വയസ്സായ സ്ത്രീ ഒരു കുന്നിൻ്റെ ചരുവിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ട്, വീടൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴാറായി, അതിൻ്റെ വീട്ടിൽ പാമ്പൊക്കെ ഉണ്ട്, കുറുക്കന്മാരൊക്കെ ഉണ്ട്. അതിങ്ങനെ വന്യമൃഗങ്ങളോടൊപ്പം ഇയാൾ കുറച്ച് എക്സാഗറേറ്റ് ചെയ്തിട്ടാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമ്മളൊന്ന് പോയി കാണാമെന്ന് വിചാരിച്ചു, വേറിട്ട കാഴ്ച. അപ്പോൾ അവിടെ വന്നപ്പോൾ ആ സ്ത്രീ ആദ്യം നമ്മളെ ചീത്ത പറയുകയൊക്കെ ചെയ്തു. നിങ്ങൾ എന്താ ഈ ക്യാമറയൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത്? ഞാൻ എന്താ സ്വാതന്ത്ര്യ സമര സേനാനിയാണോ? ഞാൻ രാഷ്ട്രീയക്കാരത്തിയാണോ? ഇവിടെ ഈ തരത്തിലുള്ള ഓരോ പാവങ്ങളുടെ ഒരു ഗതിയില്ലാത്തവരുടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് കൊണ്ടുപോയിട്ട് കാണിച്ചിട്ട് വലിയ ആളാവാനുള്ള പുറപ്പാടാണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ നമ്മളെ ശകാരിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞു, ഞങ്ങൾ പോയിക്കോളാം, ചീത്ത പറയൊന്നും വേണ്ട, ഇങ്ങനെ വരണം കാണണം എന്നൊക്കെ തോന്നി, അത് കാരണമാണ് ഞങ്ങൾ പോകാമെന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞ് നടന്നപ്പോൾ അവർ പറഞ്ഞു, ഞാൻ ഇപ്പം നിങ്ങളോട് പോകാൻ പറഞ്ഞോ എന്നൊക്കെ ചോദിച്ചു. അല്ല, പോകാൻ പറഞ്ഞിട്ടില്ലെങ്കിലും അതാണല്ലോ ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു അർത്ഥം. നിങ്ങൾ വരൂ, സംസാരിക്കൂ, എന്നിട്ട് പോകൂ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവരായിട്ട് ബന്ധമായി. അങ്ങനെ അവരായിട്ട് സംസാരിച്ച് വർത്തമാനം പറഞ്ഞിട്ടാണ് അവർ MTനെ പറ്റിയിട്ട് പറയാൻ തുടങ്ങിയത്. അപ്പോൾ MTനെ പറ്റിയിട്ട് പറയുമ്പോഴും MTക്ക് അന്നൊക്കെ പ്രായമുള്ള ആളാണ്, പക്ഷേ ഇവർ പറയും ആ കുട്ടി എന്നാ പറയുള്ളൂ. ആ കുട്ടി ഒരു ചുവന്ന ട്രൗസർ ഇട്ടിട്ടാണ് വരിക. അത് നല്ലോണം പഠിക്കുകയും ഇതൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അപ്പം ഞാൻ വെറുതെ ചോദിച്ചു, ആ കുട്ടിക്ക് നിങ്ങളോട് പ്രേമറ്റുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. അത് ചെറിയ കുട്ടിയല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ എന്താ വെച്ചാൽ ഈ സ്ത്രീ ക്ലാസ്സിൽ കുമരനെല്ലൂർ സ്കൂളിൽ പഠിക്കുമ്പോൾ MTനെക്കാട്ടി മുതിർന്നതാണ്. അവർ 2-3 സ്കൂളൊക്കെ മാറിയിട്ട് അതിന് 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ 10-16 വയസ്സുണ്ട്. MTക്കാണെങ്കിൽ ഡബിൾ പ്രൊമോഷനൊക്കെ കിട്ടിയിട്ട് 11 വയസ്സ്. അപ്പോൾ ഈ കൗമാരക്കാരന് ഈ മുതിർന്ന പെൺകുട്ടികളോടുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, ഒരു നോട്ടവും ഒരു മനസ്സിലുള്ളൊരു പ്രശ്നങ്ങളൊക്കെ, അതാണ് ഈ കഥയിൽ വാസ്തവത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് എന്തായാലും പിന്നെ അവരെ ഷൂട്ട് ചെയ്തു. അവരെ ടെലിവിഷനിൽ കാണിക്കുന്നതിന് മുൻപ് അവരുടെ ഷോർട്സൊക്കെ ഞാൻ ഒന്ന് MTക്ക് കാണിച്ചു കൊടുക്കണമെന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ തൃശ്ശൂരുള്ള നമ്മുടെ സ്റ്റുഡിയോയിൽ ശോഭന പരമേശ്വരൻ നായർ MTയൊക്കെ ഞാൻ പറഞ്ഞു, ഇങ്ങനൊരു സംഭവമുണ്ട്, വരാം എന്നൊക്കെ പറഞ്ഞു. മൂപ്പർ ഇതുപോലെ വന്നു. അവിടെ തട്ടിൻപുറത്ത് കയറി എഡിറ്റ് സൂട്ടിൽ വന്നിരുന്നു. ചായ കൊണ്ടുപോയി കൊടുത്തു. AC റൂമാണ്, എന്നാലും അവിടെ ബീഡിയൊക്കെ വലിച്ച് അവിടെ ഇങ്ങനെ ഇരുന്നു. ഇതിങ്ങനെ കാണിച്ചു. ഇത് കണ്ട് അവസാനിക്കുക, കാരണം അതിൻ്റെ റഷാണ്. ഏതാണ്ട് 1 മണിക്കൂറോളമുണ്ട്. മീശ ഇങ്ങനെ പിടിച്ച് ബീഡി ഇങ്ങനെ അടിച്ച് പുകച്ച് ഇങ്ങനെ ഇരുന്ന് കണ്ടു. അപ്പം ഞാൻ എന്തെങ്കിലും പറയണമെന്നാണ് പറഞ്ഞിട്ട് ഒന്ന് പോവും എന്നുള്ളതാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഇത് കഴിഞ്ഞ ശോഭന പരമേശ്വരൻ നായരോട് പറഞ്ഞു പോകാം എന്ന് പറഞ്ഞു. അപ്പോൾ പോകാമെന്ന് പറയുമ്പോൾ അദ്ദേഹം എല്ലാവരും എഴുന്നേറ്റു. അദ്ദേഹം വണ്ടിയിലൊക്കെ കയറ്റി വിട്ടു. അപ്പോൾ എനിക്ക് വല്ലാത്ത ഒരു ഉദ്വേഗം ഉണ്ടായിരുന്നു. എന്താ മൂപ്പരിതേ പറ്റിയിട്ട് പറഞ്ഞത്.
അപ്പോൾ ഈ ശോഭന പരമേശ്വരൻ നായരോട് ഈ യശോധരയുടെ സൗന്ദര്യത്തെപ്പറ്റി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതാണ് ശോഭന പരമേശ്വരൻ നായരെയും കൂട്ടിക്കൊണ്ടുവരാൻ കാരണം. അപ്പോൾ പോകുന്ന സമയത്ത് പറഞ്ഞത്രേ, യശോധരയുടെ ശ്മശാനമാണ് ഞാൻ കണ്ടത് എന്ന് പറഞ്ഞു. ഈ 2 വാക്ക് പറഞ്ഞിട്ടുള്ളൂ. യശോധരയുടെ ശ്മശാനമാണ് ഞാൻ കണ്ടത്. ഈ ഒരു സംഭവം പറഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം പിന്നെ അതൊരു സിനിമയായിട്ട് ഡെവലപ്പ് ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ താല്പര്യം ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. അത് അദ്ദേഹത്തിനോട് പറഞ്ഞപ്പോൾ പറഞ്ഞു അത് സിനിമ ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇങ്ങനെ അതിൽ വാസേട്ടനും അങ്ങനെ ഒരു ക്യാരക്ടറൊക്കെ ആയിട്ട് വരും ഈ സിനിമയെ പറ്റി ആലോചിക്കുമ്പോൾ സ്ക്രിപ്റ്റിങ്ങിൽ, അത് ചെയ്യാവുന്നതാണ് എന്ന് വീണ്ടും പറഞ്ഞു. അപ്പോൾ അതിലൊന്നും മൂപ്പർക്ക് യാതൊരു തടസ്സമില്ല. അതായത് കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒപ്പം പഠിച്ചിട്ടുള്ള ഈ ഒരു മുതിർന്ന പെൺകുട്ടിയിൽ അദ്ദേഹം ഒരു കണ്ണുണ്ടായിരുന്നു എന്നും അദ്ദേഹത്തിന് വേറെ നമ്പൂതിരി ഒരു സ്നേഹിച്ചിരുന്നു, കല്യാണം കഴിച്ചു, ആ ഒരു പീരീഡിൽ കുമരനെല്ലൂർ സ്കൂളിൽ പഠിച്ച ഈ കുട്ടീനെ പറ്റിയിട്ടുള്ള കഥയാണ് സിനിമയാക്കുന്നത് എന്ന് MTയുടെ ആദ്യത്തെ ഒരു ബൈറ്റ് ഈ സിനിമയ്ക്ക് മുൻപ് കാണിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അത് ചെയ്യാവുന്നതാണ് എന്ന് പറഞ്ഞു. ഒരു മടിയില്ല. അപ്പം അങ്ങനെ ഈ യാഥാർത്ഥ്യങ്ങളായിട്ടുള്ള പല കാര്യങ്ങളിൽ നിന്നും ഒരു ഒളിച്ചോട്ടമില്ലാണ്ട് ഒരു കൃത്രിമമായിട്ടുള്ള ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു 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 ഭൂമിക സൃഷ്ടിച്ച് അതിനകത്ത് ജീവിച്ച ആളല്ല. യാഥാർത്ഥ്യങ്ങളോട് എപ്പോഴും ഒരു നേർക്കുനേരുള്ള ഒരു ആഭിമുഖ്യം ഉള്ള ഒരാളായിരുന്നു. അങ്ങനെയാണ് ജീവിച്ചത്. ഇത്രയും ഞാൻ പറഞ്ഞിട്ട് ഇനിയും കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഞാൻ തൽക്കാലം നിർത്തുകയാണ് നല്ലതെന്നാണ് തോന്നുന്നത്, അല്ലേ? ഇനി നമ്മളോട് സംസാരിക്കുന്നത് ശ്രീ TD രാമകൃഷ്ണനാണ്. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ട് MTയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം. ശ്രീരാമേട്ടൻ പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് ചില കാര്യങ്ങൾ പറയാമെന്നാണ് വിചാരിക്കുന്നത്. MTയുടെ കഥകളായാലും നോവലായാലും സിനിമയായാലും എല്ലാം തന്നെ യാഥാർത്ഥ്യങ്ങളെ അതിൻ്റെ വളരെ സൂക്ഷ്മമായ അന്വേഷണങ്ങളിലൂടെ ആവിഷ്കരിക്കുകയും അത് വായനക്കാരനാണെങ്കിലോ അല്ലെങ്കിൽ സിനിമ കാണുന്ന ആളെയോ ഒരു പൊള്ളിക്കുന്ന അനുഭവമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഓരോരുത്തരും ആ സിനിമകളൊക്കെ കണ്ട് വീണ്ടും വീണ്ടും കണ്ട് വീണ്ടും അതിനെക്കുറിച്ച് ചിന്തിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി കൊണ്ട് നടക്കുന്നവരാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സിനിമാ ലോകം എന്ന് പറയുന്നത് മലയാളികളുടെ ഒരു സാംസ്കാരിക ജീവിതത്തിൻ്റെ തന്നെ ഒരു വലിയൊരു അടയാളമായിട്ടാണ് എനിക്ക് തോന്നിയത്. പലപ്പോഴും യാഥാർത്ഥ്യങ്ങളെ ആവിഷ്കരിക്കുന്നു എന്ന് മാത്രമല്ല, യാഥാർത്ഥ്യങ്ങളെ വളരെ ധീരമായി പ്രോബ്ലമാറ്റൈസ് ചെയ്തുകൊണ്ട് ഈ കാണുന്ന കാണിക്ക് അതിൻ്റെ പല തലങ്ങളിലേക്ക് പോകാനുള്ള, അല്ലെങ്കിൽ അതിൽ താൻ എവിടെയാണ് നിൽക്കുന്നത് എന്നതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള പല അവസരങ്ങളും അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമകളും നൽകുന്നുണ്ട്. കാഴ്ചകളുടെ ഒരു സൂക്ഷ്മതയാണ് അദ്ദേഹത്തിൻ്റെ സിനിമകൾ നമ്മുടെ മുമ്പിലേക്ക് തന്നിട്ടുള്ളത്. വളരെ സൂക്ഷ്മമായ ആവിഷ്കാരങ്ങളാണ്. ഒരു സെക്കൻഡ് പോലും അധികമായിട്ടോ കുറവായിട്ടോ നമുക്ക് തോന്നില്ല. അത് നമ്മൾ ആ സിനിമ നടക്കുന്ന സ്ഥലത്ത് നമ്മളുമുണ്ട് എന്ന് നിമിഷങ്ങൾക്കുള്ളിൽ നമുക്ക് തോന്നുക മാത്രമല്ല, നമ്മളതിനുള്ളിൽ നിൽക്കുകയാണെന്ന്. അതൊരു അത്ഭുതപ്പെടുത്തുന്നൊരു ഒരു മാന്ത്രിക വിദ്യയായിട്ടാണ് ആ സിനിമകൾ എനിക്ക് തോന്നി. സിനിമകളെ കാണാനും പഠിക്കാനും ഒക്കെ ശ്രമിക്കുന്നൊരു വ്യക്തി എന്നുള്ള നിലയിൽ പലപ്പോഴും ഇത് ആവർത്തിച്ച് ഒരേ സിനിമകളും കാണാൻ ആദ്യകാലത്ത് അതത്ര എളുപ്പമായിരുന്നില്ല. പിന്നീട് ടെക്നോളജിയുടെ വലിയൊരു സാധ്യതകൾ നമ്മുടെ മുമ്പിൽ വന്നൊരു സമയത്ത് വീണ്ടും വീണ്ടും കാണാനുള്ള അവസരമൊക്കെ ഉണ്ട്. അപ്പം ഞാൻ കൂടുതൽ ശ്രമിച്ചത് ഒരു എഴുത്തുകാരൻ, മലയാളത്തിലെ അറിയപ്പെടുന്ന ഏറ്റവും
സമുന്നതനായ എഴുത്തുകാരൻ, അതേ സമയത്ത് തന്നെ അത്ഭുതപ്പെടുത്തുന്നൊരു ചലച്ചിത്രകാരൻ കൂടിയായി മാറുന്ന ഒരു സംഭവം എം ടിയിൽ മാത്രമേ കാണാൻ പറ്റുന്നു. മറ്റ് പല എഴുത്തുകാരും സിനിമയൊക്കെയായി ചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ കൂടി ഇത് രണ്ടും ഒരേപോലെ സംഭവിക്കുന്നതായിട്ട് എനിക്ക് അത്ര തോന്നിയിട്ടുണ്ട്. ഇത് രണ്ടും ഒരേ തരത്തിൽ എങ്ങനെയാണത് സാധ്യമാകുന്നത് എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യമാണ്. നിർമ്മാല്യം മുതൽ നമ്മൾ ഓരോ ഘട്ടത്തിലും അദ്ദേഹത്തിൻ്റെ നേരിട്ട് സംവിധാനം ചെയ്തത്, മറ്റുള്ളവർക്ക് വേണ്ടി എഴുതിയ സിനിമകൾ എല്ലാം കാണുമ്പോൾ ഒരു എഴുത്തുകാരൻ്റെ കയ്യൊപ്പ് ഓരോ സിനിമയിലുണ്ട്. അദ്ദേഹം എഴുതുന്ന ഓരോ വാക്കിലും, കഥാപാത്രങ്ങളുടെ സംഭാഷണങ്ങളിൽ, എല്ലാത്തിലും ഒരു മഹാനായ സാഹിത്യകാരൻ്റെ സാന്നിധ്യം നമ്മൾക്ക് കാണാം. അത് സ്വാഭാവികമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നതുമാണ്. പക്ഷേ അതിന് അപ്പുറത്ത് തിരക്കഥകൾ തന്നെ എടുത്ത് വീണ്ടും നമ്മൾ വായിച്ച് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്, സിനിമ എന്ന മാധ്യമത്തെ വളരെ സൂക്ഷ്മമായി പഠിക്കുകയും മനസ്സിലാക്കുകയും അതിന് തൻ്റേതായ രീതിയിലുള്ള അന്വേഷണങ്ങൾ നടത്തുകയും അതിന് തൻ്റെ ഒരു പുതിയൊരു ദൃശ്യഭാഷ തന്നെ സൃഷ്ടിച്ചെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഇത് രണ്ടും ഒരേ സമയം ഭാഷ കൊണ്ടുള്ള പ്രയോഗങ്ങളിൽ, അതിലെ സംഭാഷണങ്ങളിലൊക്കെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ ചിന്തോദ്ദീപകമാക്കാൻ കഴിയുന്നതോടൊപ്പം തന്നെ താൻ എഴുതുന്ന സിനിമയുടെ ദൃശ്യഭാഷ കാണിയുടെ മുമ്പിലേക്ക് എങ്ങനെയാണ് എത്തേണ്ടത് എന്നതിനെക്കുറിച്ച് വളരെ സൂക്ഷ്മവും അതേസമയം വിശദവുമായിട്ടുള്ള തിരക്കഥകളാണ് എം ടിയുടെ. ഓരോ തിരക്കഥ ഒരു പാഠപുസ്തകം പോലെ. ഞാൻ 1-2 സിനിമയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ ശ്രമിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആദ്യം അന്വേഷിച്ച് പോയത് എം ടിയുടെ തിരക്കഥകൾ എടുത്ത് വായിക്കുക. എനിക്ക് തോന്നുന്നു ഏതൊരു സിനിമാ വിദ്യാർത്ഥിയും ചെയ്യേണ്ടതായിട്ടുള്ളൊരു കാര്യം, അല്ലെങ്കിൽ ഏതൊരു സിനിമാ വിദ്യാർത്ഥിയുടെ മുമ്പിലും ആദ്യം ചെയ്യാൻ കഴിയുന്നൊരു കാര്യവും മലയാള സിനിമയാണെങ്കിൽ എം ടിയുടെ തിരക്കഥകൾ എടുത്ത് വായിച്ച് മനസ്സിലാക്കുക. അത് ഒരു പാഠപുസ്തകം പോലെ എങ്ങനെയാണ് ഒരു ദൃശ്യമാധ്യമത്തെ, അതിൻ്റെ ഒരു ദൃശ്യഭാഷയെ സാഹിത്യഭാഷയുമായി സമ്മേളിക്കുന്നതായിട്ടുള്ളൊരു ഇടം നമുക്ക് കാണാൻ പറ്റും. ഓരോ സിനിമ ഇത് വായിച്ച് കഴിഞ്ഞ് വീണ്ടും ആ സിനിമ എടുത്ത് കാണുന്നത്, തിരക്കഥ വായിക്കാതെ നമ്മൾ സിനിമ കാണുന്നു, സിനിമ പലതവണ കാണുന്നു, വീണ്ടും ഇതിനെക്കുറിച്ച് പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ട്, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള ആഗ്രഹം കൊണ്ട്, അത് വായിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ കാണുമ്പോഴാണ് മനസ്സിലാക്കുന്നത് അതിൽ ഓരോ നിമിഷവും ഓരോ ദൃശ്യവും അത്ര സൂക്ഷ്മമായി അദ്ദേഹം തൻ്റെ തിരക്കഥകളിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങൾ. ഒരു എന്താ നമ്മൾ പറയാം, അത്രയും കൃതഹസ്ഥനായ കലാകാരൻ. അപ്പം നമ്മൾ ഒരു മഹാനായിട്ടുള്ള എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ സാഹിത്യകാരൻ എന്നുള്ള നിലയിൽ കാണുന്നത് പോലെ അതിനേക്കാൾ ഉപരിയായി അതിഗംഭീരമായ തരത്തിൽ തൻ്റെ മാധ്യമത്തിൽ കൈയടക്കം കാണിച്ചിട്ടുള്ള ഒരു ചലച്ചിത്രകാരൻ കൂടിയാണ് എം ടി എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ള ആമുഖമായി.